ജുനൈദ് വിത്ത് കാർസിലെ ഇന്ന് ഒരുപാട് വാഹനങ്ങളാണ് പരിചയപ്പെടുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പ്രധാനപ്പെട്ട വാഹനങ്ങൾ ഒന്ന് 2014 മോഡലിൽ വരുന്ന സ്വിഫ്റ്റ് VDI ആണ്, സിംഗിൾ ഓണറിലാണ് വരുന്നത്. പിന്നെ അതേപോലെ 2022 മോഡലിൽ വരുന്ന സീറ്റ ഓപ്ഷനിൽ വരുന്ന 8 ലക്ഷം റുപ്യ വില വരുന്ന അടിപൊളി 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ബലാനോ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ 2016 മോഡലിൽ ബട്ടർ സ്റ്റാർട്ട് വരുന്ന റെഡ് കളർ ക്വാളിറ്റി ബലാനോ പരിചയപ്പെടുത്തുന്നത്. ഇതൊന്നും യാതൊരുവിധ ടോട്ടൽ ലോസോ ആക്സിഡൻ്റ് ഒന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടിയാട്ടോ. വണ്ടിയുടെ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ഫുള്ള് ലോണിൽ കൊടുക്കാൻ പറ്റുന്ന i10 ഗ്രാൻഡ് പരിചയപ്പെടുത്തുന്നത് 2018 മോഡലാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ₹1 മുടക്കാതെ തന്നെ വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. അങ്ങനത്തെ ഒരു i10 ഗ്രാൻഡ് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഡീസലാണ്, നല്ല മൈലേജ് ആയിരിക്കും. അതേപോലെ തന്നെ പിന്നെ പരിചയപ്പെടുന്ന മറ്റു വാഹനം ZDI ഫുൾ ഓപ്ഷനിൽ വരുന്ന 2012 മോഡലിൽ വരുന്ന എർട്ടിക പരിചയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് വാഹനങ്ങളുടെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ആദ്യ വാഹനത്തിന്റെ വിശേഷം നോക്കട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് 2014 മോഡലിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന VDI ഓപ്ഷനിൽ വരുന്ന ഒരു അടിപൊളി സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റിന്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ വൈറ്റ് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ഈ വണ്ടിക്ക് യാതൊരുവിധ മേജർ ആക്സിഡന്റോ ടോട്ടലോസോ ഫ്ലഡ് എഫക്റ്റോ ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അടിപൊളി വണ്ടിയാണ്. വണ്ടിന്റെ ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. അതേപോലെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ കാണാം. അന്ന് ഷോറൂമിൽ നിന്ന് ഇറക്കിയ സെയിം സാധനമാണ്. യാതൊരുവിധ മാറ്റങ്ങളോ കാര്യങ്ങളോ സംഭവിച്ചില്ല. ജസ്റ്റ് ടച്ചപ്പ് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ടയറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ VDI ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ അലോവിയിൽ കാര്യങ്ങളൊന്നും വരുന്നില്ല, എക്സ്ട്രാ കയറ്റിയിട്ടില്ല. ടയറൊക്കെ നോക്കുകയാണെങ്കിൽ 50% മുകളിൽ ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഫോൾഡബിൾ സൈഡ് മിറർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മിറർ മിൽ ഇൻഡിക്കേറ്റർ ഒക്കെ വരുന്നുണ്ട്. നല്ല വൃത്തിയിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ഇതിന്റെ ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കാൻ നമുക്ക് അറിയാൻ പറ്റും. യാതൊരുവിധ ഡെന്റിങ്ങോ കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല. മാത്രമല്ല ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കാത്ത വണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള ഒരു വണ്ടി നിങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ, ഫാമിലി യൂസ്ഡ് കാർ വണ്ടി അന്വേഷിക്കുകയാണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പിൽ 1,12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാട്ടോ. വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലാണ് വണ്ടി വന്നിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് ഒക്കെ സ്വിഫ്റ്റിന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോയിലൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ വണ്ടിന്റെ ഫോട്ടോ ഡീറ്റെയിൽ വേണമെങ്കിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പുറകിലെ ടയറും ഏകദേശം 60% മുകളിൽ ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇനി വാഹനത്തിന് ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള സീറ്റ് കവർ കാര്യങ്ങൾ വരുന്നുണ്ട്. സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം ഒരു 18 മുതൽ 22-20 കിലോമീറ്റർ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വണ്ടിയാണ്. സീറ്റ് കവറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നല്ല ലെഗ് റൂം വരുന്നുണ്ട്. അതേപോലെ പാർസൽ ട്രേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് നല്ല വൃത്തി ഫീൽ ചെയ്യാൻ പറ്റും. അതേപോലെ ഫ്രണ്ടിലേക്കാണ് നോക്കുന്നതെങ്കിൽ പവർ വിൻഡോ വരുന്നുണ്ട്, AC പവർ സ്റ്റാറിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മാനുവൽ ഗിയർ ബോക്സ് ആണ്, ഹൈറ്റ് അഡീഷൻ സീറ്റ് കാര്യങ്ങൾ അങ്ങനെ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. 1.12 ഓടിയിട്ടുള്ളൂ. മാത്രമല്ല അടിപൊളി സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. മാനുവൽ ഗിയർ ബോക്സിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ഇതിന് വില വരുന്നത് 4,35,000 റുപ്യാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത്. വാഹനം നല്ല ക്വാളിറ്റിയിലുള്ളത്, യാതൊരുവിധ ടോട്ടൽ ലോസും കാര്യങ്ങളും ഇല്ല. നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കാണിച്ചോ 10, 20, 50 കിലോമീറ്റർ ഓടിച്ചോ നോക്കിയിട്ടോ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് കൂടാതെ സ്വിഫ്റ്റിൽ തന്നെ 2014 VDI വണ്ടിയും അതേപോലെ 2014 ZDI വണ്ടിയുണ്ട്. അതേപോലെ 2018, 19, 20 ഇറങ്ങിയിട്ടുള്ള ന്യൂ മോഡൽ സ്വിഫ്റ്റ് നമ്മളെ കയ്യിലുണ്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയുടെ വിശേഷങ്ങൾ പോവാം. അടുത്ത് പരിചയപ്പെടുത്തുന്ന വാഹനം 2022 മോഡൽ 2022 ഇറങ്ങിയിട്ടുള്ള ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന അടിപൊളി ബലാനോ ആണ്. ഈ ബലാനോ സിംഗിൾ ഓണർ ആയ സമയത്ത് നമ്മൾ തന്നെയാണ് കച്ചവടം ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിറ്റ വണ്ടിയാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി വലിപ്പം കൂടിയൊരു വണ്ടിക്ക് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ആയിട്ട് വന്ന വണ്ടിയാണ്. ഇതിന് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, DRL കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫോഗ് ലാമ്പൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണുള്ളത്. ബ്ലൂ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിഫ്റ്റിലാണെങ്കിലും ബലാനോയിലാണെങ്കിലും ന്യൂ മോഡലിലെ ബ്ലൂ കളർ നല്ല ഭംഗിയാണ്. കരീബിയൻ ബ്ലൂ ആണ്. ടയർ കുറവാണ് ഓടാൻ. കമ്പനി അലോവിയിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. യാതൊരുവിധ മേജർ ആക്സിഡന്റോ ടോട്ടൽ ലോസോ ഒന്നും തന്നെ സംഭവിക്കാത്ത നല്ല ക്വാളിറ്റി വണ്ടിയാണ്. പിന്നെ 2022 7 മാസമാണ് വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ഫോൾഡബിൾ സൈഡ് മിററാണ്. സീറ്റ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. അതേപോലെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വന്നിട്ടുണ്ട്. 2022 2 കൊല്ലം പഴക്കമായി. വേറെ യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വണ്ടിക്കില്ല കേട്ടോ. പുറകിലേക്ക് വരികയാണെങ്കിൽ ഡീഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. ജസ്റ്റ് ടച്ചിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഉള്ളിലേക്ക് ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ സ്റ്റെപ്പിനൊന്നും പറഞ്ഞാൽ തൊട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അതേ രീതിയിൽ അത്യാവശ്യം ഓടാനുള്ള സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ മാർക്കിംഗ് പോലും സ്റ്റെപ്പിനിൻ്റെ പോയിട്ടില്ല. അപ്പോൾ പുത്തൻ വണ്ടിയാണ്. ഒരു പുതിയ വണ്ടി കൊണ്ടുവരുന്ന അതേ ഫീലിങ്ങിൽ കൊണ്ടുവരാം. ആകെ 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, അതും കമ്പനി സർവീസിൽ. പിന്നെ പുറകിലേക്ക് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബലാനോന്റെ പ്രത്യേകത ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും നല്ല മൈലേജ് കിട്ടും. നല്ല ലെഗ് റൂം വരുന്നുണ്ട്. ബാക്കിലേക്ക് തന്നെ AC വിൻഡോ വരുന്നുണ്ട്. സീറ്റ് കവർ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി സീറ്റ് കവർ ആണ്. അതേപോലെ പാർസൽ ട്രേ വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പവർ വിൻഡോന്റെ ബട്ടന്, ഫോൾഡബിൾ സൈഡ് മിറർ ബട്ടൺ, അതേപോലെ കൺട്രോൾ യൂണിറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റാണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ്, കീലെസ് എൻട്രി ആണ്. അതുപോലെ റിവേഴ്സ് ക്യാമറ, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മാനുവൽ ഗിയർ ബോക്സ് ആണ്. ഒരു 18 മുതൽ 20 കിലോമീറ്റർ വരെയൊക്കെ ആവറേജ് പെട്രോൾ തന്നെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. സീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തൈ സപ്പോർട്ടോട് കൂടി വരെ
സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഈ വണ്ടിക്ക് വില വരുന്നത് 8,50,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വേറെ യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത വണ്ടിയാണ്. വണ്ടി നമ്മുടെ ഷോപ്പിലുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്തോളി. ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വിട്ടുതരാം. മാക്സിമം ലോൺ വാങ്ങിത്തരാൻ പറ്റും. അപ്പോൾ ഇത് കൂടാതെ ഒരുപാട് വാഹനങ്ങൾ നമ്മളെ യാർഡിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ, പിന്നെ ഇത് കൂടാതെ ഇനിയിപ്പോൾ അടുത്ത് 2 എർട്ടിക പരിചയപ്പെടുത്താണ്ട്, പിന്നെ ഫുള്ള് ലോണിൽ കിട്ടുന്ന I10 പരിചയപ്പെടുത്താണ്ട്. അപ്പോൾ നമുക്ക് I10ൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മൾ അടുത്ത് ഫുള്ള് ലോണിൽ കിട്ടുന്ന I10നെ കുറിച്ചാട്ടോ പരിചയപ്പെടുത്തുന്നത്. ഇത് 2018 മോഡലാണ്. സിംഗിൾ ഓണറാണ്. മലപ്പുറം രജിസ്ട്രേഷൻ വണ്ടിയാണ്. യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ ടോട്ടൽ ലോസോ ഒന്നും സംഭവിക്കാത്ത വണ്ടിയാണ്. ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് ഡീസലാണ്. ഡീസലിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ ഒരു വാഹനം 20ൻ്റെ മുകളിൽ 24-25 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഈ I10 ഡീസലൊക്കെ നല്ല മൈലേജാണ്. 1.2 ലിറ്റർ വരുന്ന വണ്ടിയല്ല, നല്ല വണ്ടിയാണ്. പിന്നെ സ്പോർട്സ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ അലോയ് വീല് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കമ്പനി അലോയ് വീൽ തന്നെയാണ്. അതേപോലെ ടയർ, ഫ്രണ്ടിലെ ടയർ നോക്കുകയാണെങ്കിൽ 80-90% ഓടാനുള്ള ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡുവൽ ടൂണിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. റെഡ് വണ്ടി വിത്ത് ബ്ലാക്ക്, നല്ല ഭംഗിയിലാണ് കേട്ടോ. മേജർ ആക്സിഡൻറ്റോ ടോട്ടൽ ലോസോ ഇല്ല. അതേപോലെ തന്നെ വാഹനത്തിൻ്റെ ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കറക്റ്റാണ്. അതായത് വേറെ ഡെൻറ്റിങ്ങോ കാര്യങ്ങളൊന്നും മേജറായിട്ട് നടന്നിട്ടില്ല. ജസ്റ്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതൊന്നും മാറ്റിയിട്ടുണ്ട്. ബമ്പറിലൊക്കെ ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കി വെച്ച വണ്ടിയാണ്. നിങ്ങളിതാണ് കൊണ്ടുപോയാൽ മതി. ഒരു ഫാമിലി യൂസേജിന് പറ്റിയ വണ്ടിയാണ്. ചെറിയ വണ്ടി, നല്ല ഉള്ളിലാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, നല്ല മൈലേജും ഉണ്ട്, മെയിൻ്റനൻസ് ഒക്കെ കുറവാണ്. ഡീഫോഗർ വരുന്നുണ്ട് പുറകിലേക്ക്, പിന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിന് ബൂട്ട് സ്പേസ് നോക്കിട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് ഒക്കെ വരുന്നൊരു വാഹനമാണ്. പിന്നെ സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓടാനുള്ള സ്റ്റെപ്പിന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. മാത്രമല്ല ഈ സീറ്റ് നമുക്ക് മുന്നിലേക്ക് മടക്കി വെച്ചിട്ട് സ്പേസ് കൂട്ടാനൊക്കെ പറ്റും. നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കട്ടോ. സ്പോർട്സ് ഓപ്ഷൻ ആട്ടോ. പുറകിലെ ടയർ നോക്കുകയാണെങ്കിൽ ഒരു 25-40% ഓടാനുള്ള ടയറേ ഉള്ളൂ. അപ്പോൾ പുറകിലേക്ക് അത്യാവശ്യം കുറവാണ്, പക്ഷേ ഫ്രണ്ടിലേക്ക് അത്യാവശ്യം നല്ലോണം ഉണ്ട്. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പുറകിലേക്ക് AC വിൻഡോ കാണാം. അതേപോലെ തന്നെ നല്ല ലെഗ് റൂം വരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും നിലവിലില്ല. കുഴപ്പമില്ലാത്ത സ്പേസ് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഫ്രണ്ടിലേക്ക് വെക്കുകയാണെങ്കിൽ പവർ വിൻഡോൻ്റെ ബട്ടൺ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, സൈഡ് മിറർ കൺട്രോൾ യൂണിറ്റ്, ഫോൾഡബിൾ സൈഡ് മിററാണ്, ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് സീറ്റ് ഉണ്ട്. അതേപോലെ 29 ഓടിയിരിക്കുന്ന എയർ ബാഗ് വരുന്ന സ്റ്റിയറിംഗ് ആണ്. അതേപോലെ ബട്ടൺ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മാനുവൽ ഗിയർ ബോക്സ് ആണ്. AC അത്യാവശ്യം നല്ല തണുപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല ക്വാളിറ്റി ഇതാണ്. ഇതിൻ്റെ എഞ്ചിൻ റൂമും കൂടി ഒന്ന് കാണാം. 2018 മോഡൽ 1.29 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന I10 ഡീസലിന്റെ എഞ്ചിൻ റൂമാണ് കാണുന്നത്. യാതൊരുവിധ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചില്ല. അപ്പോൾ വണ്ടിക്ക് 4.30 വണ്ടിന്റെ വില വരുന്നത്. സിംഗിൾ ഓണറാണ്. ഫുള്ള് ലോണാക്കി തരാൻ പറ്റും. അപ്പോൾ വണ്ടി മലപ്പുറം ഓട്ടോ ഡീലക്സിലുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ എർട്ടിക പരിചയപ്പെടാൻ പറ്റും. എർട്ടിക 3 പരിചയപ്പെടാൻ കേട്ടോ. 2012 മോഡൽ വണ്ടിയുണ്ട്, ZD ആണ്. 2015 മോഡൽ വൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ മോഡൽ കൂടിയ ടൈപ്പ് ന്യൂ വെർഷനിൽ വരുന്ന എർട്ടികയും പരിചയപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുത്തുന്നത് എർട്ടിക 2012 മോഡൽ ZDI ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ ZDI എന്ന് പറയാൻ കാരണം ഇത് VDIയും LDIയും ഒക്കെ മോഡൽ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിട്ട് വരുന്ന വണ്ടിയാണ്. ഫുൾ ഓപ്ഷനാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ഇത് കമ്പനിയിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് യാതൊരുവിധ സർവീസോ കാര്യങ്ങളോ ചെയ്തിട്ട് നമ്മൾ ഓണറായിട്ട് നേരിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ ഫുൾ കമ്പനി സർവീസ് അവൈലബിൾ ആണ്. പിന്നെ വണ്ടി നോക്കുകയാണെങ്കിൽ മേജർ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ മാത്രമേ വണ്ടിക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ വേറെ പറയത്തക്ക കംപ്ലൈൻറ്റും കാര്യങ്ങളും വൃത്തിയുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഒരു ഫാമിലി യൂസേജിന് പറ്റിയൊരു വണ്ടി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വണ്ടി കേട്ടോ. അത് 7 സീറ്ററാണ്. മാരുതിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുറകിൽ ഡീഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്, ചെറിയൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട്. ഈ ഒരു പുറകിലെ സീറ്റിനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ സ്പേസ് കൂട്ടാനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് വണ്ടി ഉള്ളത്. 2012 മോഡൽ ZDI ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വന്നിട്ടുള്ളത്. 4,35,000 റുപ്യാണ് വണ്ടിക്ക് ചോദിക്കണ വില വരുന്നത്. ഈ വാഹനത്തിന് ഇന്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് റോയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് വരും. പുറകിലേക്ക് AC വിൻഡോ വരും. അതേപോലെ തേർഡ് റോയിലാണെങ്കിൽ കുറച്ച് സ്പേസ് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. അതേപോലെ ആംറസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ZDI ആയതുകൊണ്ട് എയർ ബാഗ് വരുന്നുണ്ട്. അതേപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റാണ്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, സൈഡ് മിറർ, എയർ ബാഗ്, മറ്റേ പവർ വിൻഡോ കാര്യങ്ങൾ, മാനുവൽ ഗിയർ ബോക്സ്, ഡീസലാണ് വരുന്നത്. മൈലേജ് ഏകദേശം ഒരു 18 കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ്. വാഹനത്തിന്റെ എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലാണ് ഉള്ളത്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്തതാണ്. ഇതാണ് വാഹനത്തിന്റെ എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ വരുന്നത്.
12 മോഡൽ ZDI ആണ്. പിന്നെ ബോണറ്റ് കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ഉണ്ട്. അതൊക്കെ ഹിസ്റ്ററിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് 435 ചോദിക്കണ വില. ചെറിയ രീതിയിലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ പ്രതീക്ഷിക്കാം. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടാതെ ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് 2 എർട്ടിഗ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയുടെ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന വാഹനം ബലാനോ ആണ്. 2016 മോഡലിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ബലാനോ ആണ്. ഈ ഒരു വണ്ടി 1,18,000 കിലോമീറ്റർ കമ്പനി സർവീസിലാണ് വണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. സീറ്റ ഓപ്ഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഒന്നും 2016 സീറ്റൊക്കെ വന്നിട്ടില്ല. കുഴപ്പമില്ലാത്ത ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഗ്രേ കളറിൽ നല്ല ഭംഗിയിലാണ്. ഇപ്പോൾ ചെറിയൊരു വെളിച്ചക്കുറവുള്ളതുകൊണ്ട് ചെറിയൊരു ഇതുണ്ടാവും. പക്ഷേ നിങ്ങൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടാൽ വിട്ടുതരാം. വണ്ടി മലപ്പുറം ഓട്ടോ ഡിലക്സിൽ. ഞാൻ ഓട്ടോ ഡിലക്സിൻ്റെ ലൊക്കേഷൻ ഇതുവരെ പറഞ്ഞുതരാം. നമ്മുടെ ഓട്ടോ ഡിലക്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഹൈവേയിൽ മലപ്പുറം ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരം വന്നാൽ മേൽമുറി ആലത്തൂർപ്പടി എന്ന സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. കാണുന്ന 2 നമ്പറിൽ ഏതിൽ വിളിച്ചാലും മതി. അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അതിലൊന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ചെറിയ സമയം വൈകിയാലും നിങ്ങൾക്ക് അതിന് റിപ്ലൈ കിട്ടുന്നതാണ്. ടയറൊക്കെ ഒരു ആവറേജ് ടയർ എന്നേ പറയാൻ പറ്റുള്ളൂ. കമ്പനി അലോയ് വീല് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ വണ്ടിയെ ചെക്ക് ചെയ്യുന്ന സമയത്ത് മേജറായിട്ട് ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല. നല്ല നീറ്റാണ്. നിങ്ങൾക്ക് കമ്പനി കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കാണിച്ചോ. ഇതൊന്നുമല്ല, ഇവിടെ കാണുന്ന ഏത് വണ്ടിയാണ്, ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കുറേ വണ്ടികൾ കാണും. ഇവിടെ കാണുന്ന ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കൊണ്ടുവന്ന് കാണിക്കുക. അല്ലെങ്കിൽ 10, 20, 50 കിലോമീറ്റർ ഓടിക്കോളി. അതായത് ഷോറൂമിൽ കയറി. ഇപ്പോൾ മാരുതിൻ്റെ ഷോറൂം കൊണ്ടുപോയിക്കോളി. ഹുണ്ടായിൻ്റെ i10 ഫുൾ ഓൺ ഞാൻ പറഞ്ഞല്ലോ. ആ വണ്ടിയാണെങ്കിൽ നിങ്ങൾ ഹുണ്ടായിൻ്റെ ഷോറൂം കൊണ്ടുപോയി ചെക്ക് ചെയ്തോളൂ. അത് സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. ഫുൾ ഓണിൽ വണ്ടി വേണമെങ്കിൽ പറഞ്ഞോളിയേ. പിന്നെ അതേപോലെ ഫുൾ ഓണിൽ തന്നെ നമ്മളടുത്ത് മഹീന്ദ്രൻ്റെ KUV 100 ഉണ്ട്. K6 എന്ന റേഞ്ചിൽ വരുന്ന വണ്ടി 3.25 ലക്ഷം റുപ്യാണ് വില ചോദിക്കുന്നത്. ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് നമുക്ക് ഫുള്ള് ലോൺ കൊടുക്കാം. നല്ല പ്രൊഫൈൽ ഉണ്ടായാൽ മതി. ലോൺ എടുക്കാൻ വേണ്ട സാധനങ്ങൾ ആധാർ കാർഡ്, പാൻ കാർഡ്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, നികുതി ഷീറ്റിന്റെ കോപ്പി, ചെക്ക് ലീഫ് കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ വരാം. ഗ്രേ കളർ വരുന്ന ഈ വണ്ടിക്ക് പുറകിലേക്ക് ഡീഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പാർസൽ ട്രേ വാഹനത്തിൽ വരുന്നുണ്ട്. പാർസൽ ട്രേ താഴേക്ക് എടുത്ത് വെച്ചോളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. നല്ല നീറ്റാണ്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പുറകിലെ ടയറും ആവറേജ് തന്നെയാണ്. ഓടാൻ ഒരു 50% താഴെ ഓടാനുള്ളൂ. പിന്നെ വെളിച്ചക്കുറവ് കൊണ്ട് ഇന്റീരിയർ എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല. നല്ല ബൂട്ട് സ്പേസ് ആണ്. പുറകിലേക്ക് AC വിൻഡോ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല നീറ്റായ ഒരു സീറ്റ് കവർ വരുന്നുണ്ട്. ഫ്രണ്ടിലേക്കാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, കീലെസ് എൻട്രി വരുന്നുണ്ട്, ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ്, എയർ ബാഗ്, അതേപോലെ ഫോൾഡബിൾ സൈഡ് മിറർ, ലോക്ക് അൺലോക്ക് ബട്ടൺ, മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് കേട്ടോ. ഇതുകൂടാതെ 2014 റെഡ് കളർ ബലാനോ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ബലാനോ ഇപ്പോൾ നമ്മൾ 3 പരിചയപ്പെട്ടു. ശരിക്കും എർട്ടിക നമ്മൾ 1 പരിചയപ്പെട്ടിട്ടുള്ളൂ. എർട്ടിക അത് കൂടാതെ ന്യൂ മോഡൽ വരുന്ന ഒരു എർട്ടിക പരിചയപ്പെടാണ്ട്. അതേപോലെ 2015 മോഡലിൽ വേറൊരു എർട്ടിക ഉണ്ട്. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. കുറേ വണ്ടികൾ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ടു തീരൂല, അധികം ആളും കാണാൻ നിൽക്കൂല. അപ്പോൾ മാത്രമല്ല ഇപ്പോൾ ഒരു വെളിച്ചക്കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് മഴയുടെ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയോട് കൂടി വൈൻഡപ്പ് ചെയ്യാണ്. അതേപോലെ ഞാൻ ഈ വാഹനത്തിൻ്റെ എൻജിൻ റൂം കൂടി ഒന്ന് കാണിച്ചു തരാം. നല്ല വൃത്തിയുള്ള എൻജിൻ റൂം കാര്യങ്ങൾ വരുന്നുണ്ട്. ബലാൻ്റെ പ്രത്യേകത ഡീസലാണെങ്കിലും പെട്രോൾ ആണെങ്കിലും 18 കിലോമീറ്ററിൻ്റെ മുകളിലും മൈലേജ് കിട്ടും. ഡീസലാണെങ്കിൽ 20-24 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടാറുണ്ട്. പെട്രോൾ ആണെങ്കിൽ ഒരു 20 മുതൽ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വണ്ടിയാണ്. അതിൻ്റെ എൻജിൻ റൂമാണ് കാണുന്നത്. യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കാത്ത വണ്ടിയാണ്. അപ്പോൾ ധൈര്യമായിട്ട് വിശ്വസിച്ച് നിങ്ങൾ എടുത്തോളി. വണ്ടി മലപ്പുറം ഓട്ടോ ഡിലക്സിലാണുള്ളത്. ഇതോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും നേരം ഏതൊരു വാഹനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി. അഥവാ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടോളി. ഇത്രയും നേരം നിങ്ങളെ വിലപ്പെട്ട സമയം ഈ ഒരു വാഹനങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചു എല്ലാവർക്കും നന്ദി പറയേണ്ടത്. ഇതിൻ്റെ വില ഞാൻ പറയാൻ വിട്ടുപോയി. 5,80,000 രൂപയാണ് 2016 മോഡൽ സീറ്റ് ഓപ്ഷനിൽ വരുന്ന സിംഗിൾ ഓണർ ബലാനോക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന വില. നെഗോഷ്യബിൾ റേറ്റ് ആണ്. മാത്രമല്ല മാക്സിമം ലോൺ തരാൻ പറ്റും. ഏത് വാഹനത്തെ കുറിച്ചിട്ടാണെങ്കിലും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടതിന് നന്ദി, നമസ്കാരം.